ടീച്ചേഴ്സ് ടിപ്സ് ടൂളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 4 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് 2658 ഇൻറ്റു 794. എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ 1 ഡിജിറ്റ് ആണെങ്കിൽ അതിനെ നിങ്ങൾ 2 ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ ഇവിടെ നോക്കാം, 2 ഇൻറ്റു 4 8 എന്ന് വരാം. 2 ഇൻറ്റു 4 8 വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ 8 എന്ത് ചെയ്യാൻ പാടില്ല, 2ലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. 0 8 എന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, ഓരോ ഡിജിറ്റിനും അത് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് റോഡ് തെറ്റിയാലും നിങ്ങൾ ആൻസർ തെറ്റാൻ ശ്രദ്ധിക്കാം. ഓരോ ഡിജിറ്റിനെയും സ്റ്റാർട്ടിങ് റോഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. പൊസിഷൻ മാർക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ വേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 9 വരെയുള്ള ടേബിൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓരോ നമ്പറിനെയും, അതായത് ഇത് ലെഫ്റ്റ് സൈഡാണ്, ഇവിടെ എഴുതുന്നത് റൈറ്റ് സൈഡ്. ഈ റൈറ്റ് സൈഡിലെ ഡിജിറ്റിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു ചേഞ്ച് വരുത്തണ്ട. അതിൽ 3 ഡിജിറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. ഇത് കാരണം ഇത് 3 ഡിജിറ്റ് നമ്പറാണ്. റൈറ്റ് സൈഡിലെ നമ്പർ 3 ഡിജിറ്റ് നമ്പറാണ്. അത് ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഈ 2ന്റെ നമ്പറിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ 2ന്റെ നമ്പറിനെ റൈറ്റ് സൈഡിലെ ഓരോ നമ്പറായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ 6ന് എന്ത് ചെയ്യും, നെക്സ്റ്റ് റൈറ്റ് സൈഡിലെ 7 കൊണ്ടും 9 കൊണ്ടും 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ 6ന്റെ കംപ്ലീറ്റ് ആയതിനു ശേഷം 5ലേക്ക് വരും, 5ന്റെ കംപ്ലീറ്റ് ആയതിനു ശേഷം 8ലേക്ക് വരും. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഇരിക്കുന്നത് 2 ആയതുകൊണ്ട് 2ന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. 2ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, ജസ്റ്റ് നിങ്ങൾ ഏതാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, റൗണ്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഇവിടുന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4, അതായത് 4th പൊസിഷനിലാണ് നമ്മുടെ 2 നിൽക്കുന്നത്. അപ്പോൾ 4 പ്ലസ് 3, അപ്പോൾ 7. 2ന്റെ പൊസിഷൻ ഇപ്പോൾ 4th പൊസിഷനിലാണ്. അപ്പോൾ 4 പ്ലസ് ഇവിടുത്തെ 3യും 7th പൊസിഷനായിരിക്കണം 2 ചെയ്യാതെ തുടങ്ങേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ടോട്ടൽ എത്ര നമുക്ക് 7 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7, ഇതാണ് 7th റോഡ്. അപ്പോൾ ഇവിടുന്ന് ആയിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യാം, അപ്പോൾ 2ൻ്റെത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കിട്ടി. അപ്പോൾ ആദ്യം 2നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 7s are 14 ആണ്. 14 എന്ന് പറയുമ്പോൾ ഇവിടെ 1ഉം ഇവിടെ 4ഉം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എവിടെയാണോ എൻഡ് ചെയ്തത് അവിടെ ആയിരിക്കണം നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങുന്നത്. എൻഡ് ചെയ്യുന്ന റോഡിൽ എന്ത് ചെയ്യുക, കൈ ജസ്റ്റ് നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നെക്സ്റ്റ് 2 ഇൻറ്റു 9 18 ആണ്. 18 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 1ഉം ഇവിടെയാണ് 8 ആഡ് ചെയ്യേണ്ടത്. ഇവിടെ 1 ആഡ് ചെയ്യാൻ ആഡ് 5 ലെസ് 4, ഇവിടെ 8 ആഡ് ചെയ്ത് കൊടുക്കാം. എവിടെയാണ് എൻഡ് ചെയ്തത് അവിടെ കൈ വെക്കുക. നെക്സ്റ്റ് 2 ഇൻറ്റു 4 8 ആണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെ ഡയറക്റ്റ് 8 ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പലപ്പോഴും മൾട്ടിപ്ലിക്കേഷനിൽ മിസ്റ്റേക്ക് വരുന്നത്. അങ്ങനെ ചെയ്യരുത്. 8 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ 1 ഡിജിറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് 2 ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ 0യും ഇവിടെ 8 ആഡ് ചെയ്ത് കൊടുക്കാം. 0 ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു ചേഞ്ചസ് ഉണ്ടാവില്ല. 0 എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ചസിൽ ഇവിടെ 8 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2നെ നോക്കിയേ, 2നെ നമ്മൾ ആദ്യം 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 2ന്റെ ഡിവിഷൻ എന്തായി, അല്ല മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാം. നെക്സ്റ്റ് 6ന്റെ റൗണ്ട് ചെയ്യുക. 6ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നോക്കാം, 1 2 3, അതായത് 3rd പൊസിഷനിലാണ് 6 ഉള്ളത്. അപ്പോൾ 3 പ്ലസ് 3 6th റോഡിലായിരിക്കണം ചെയ്തോളൂ. നമുക്ക് ഇതാണ് 7th റോഡ് ആണെങ്കിൽ ഇതായിരിക്കും 6th റോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നുകൂടി കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 ഇവിടുന്ന് ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6 ഇൻറ്റു 7 42 ആണ്. അപ്പോൾ 42 എന്ന് പറയുമ്പോൾ ഇവിടെ 4ഉം ഇവിടെ 2 ആഡ് ചെയ്യണം. 2 നമുക്ക് ഡയറക്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. 5ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആഡ് 10 ലെസ് 8 ആണ് വേണ്ടത്. ഇവിടെ ലെസ് 8
ചെയ്യാനുണ്ട്. പക്ഷെ 10 കിട്ടണമെങ്കിൽ നോക്കേ, ഇവിടെ നമുക്ക് 10 ഡയറക്റ്റ് എടുക്കാനില്ല, 50 എടുത്തിട്ട് 40 ചെയ്യാനുമില്ല. പിന്നെയുള്ള ഇക്വേഷൻ പറയുന്നത് ആഡ് 100 ലെസ് 90 ആണ്. അപ്പോൾ നമുക്ക് 10 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് എൻഡ് ചെയ്തത്. ഇനി അപ്പോൾ ഇവിടെയാണ് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, 6 into 9 ചെയ്യണം, 54. അപ്പോൾ ഇവിടെ 5ഉം ഇവിടെ 4 ആഡ് ചെയ്യണം. ഡയറക്റ്റ് 4 ആഡ് ചെയ്യാൻ പറ്റില്ല, 5ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സ്മോൾ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആഡ് 10 ലെസ് 6 ചെയ്യുക. ഇവിടെ എന്ത് ചെയ്തു, ഇനി 6 into 4 24 ആണ്. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 4ഉം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 6ന്റെ ടേബിളും മൾട്ടിപ്ലിക്കേഷനും കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് 5 ആണ്. 5ന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷൻ ആണ്. ഇവിടെ 2 ആണ്. ഈ 2ഉം 3ഉം ടോട്ടൽ 5th റോഡിലായിരിക്കണം ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5th എന്ന് പറയുമ്പോൾ ഇതാ വരിക. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 ഇവിടെയാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ 6 7s are അല്ല 5 7s are 35. ഇവിടെ 3ഉം ഇവിടെ 5ഉം ആഡ് ചെയ്യുക. നെക്സ്റ്റ് 5 9s are 45. 45 ഇവിടെ 4 വേണം, ഇവിടെ 5 വേണം. ഇവിടെ 5 നമുക്ക് ഡയറക്റ്റ്, ഇവിടെ നമുക്ക് 4 വേണം. 4 ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. പിന്നെയുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ആഡ് 10 ലെസ് 6 ആണ്. ഇവിടെ 6 ചെയ്യാനുണ്ട്, പക്ഷെ ഒരു 10 കിട്ടണം. 10 ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി ആഡ് 100 ലെസ് 90 ചെയ്യാം. ഇനി നമുക്ക് വരുന്നത് ആഡ് 5 into 4 20 ആണ്. 20 ഇവിടെ 2 വേണം. ആഡ് 10 ലെസ് 8, ഇവിടെ 0. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് നോക്കാം. അപ്പോൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷനും കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 8ന്റെ പൊസിഷൻ 1 ആണ്. 1 + 4 4th റോഡിലായിരിക്കും, അതായത് ഇതായിരിക്കും 4th റോഡ്. 1 2 3 4. അപ്പോൾ 4th റോഡിൽ ചെയ്യുമ്പോൾ 8 7s are 56. ഇവിടെ 56 ഇവിടെ എൻഡ് ചെയ്തു. ഇനി 8 9s are 72. ഇവിടെ 7 വേണം, ഇവിടെ 2 വേണം. 7 ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ ആഡ് 10 ലെസ് 3 ചെയ്യണം. അപ്പോൾ ആഡ് 10 എടുക്കാൻ ആഡ് 100 ലെസ് 90, 3 ചെയ്യാൻ ലെസ് 5 ആഡ് 2. പിന്നെ 8 4s are 32. ഇവിടെ 3ഉം ഇവിടെ 2ഉം, ഇവിടെ 3 എടുക്കാൻ ആഡ് 5 ലെസ് 2. അപ്പോൾ ആൻസർ കിട്ടിയത് നമുക്ക് 2110452. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് 2110452. Two one one 0452 ആണ് നമ്മുടെ ആൻസർ. താങ്ക് യു.